ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊന്ന് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് വീണ്ടും നടക്കാനായിട്ട് പാർക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇടയ്ക്ക് വെച്ച് 2 മാസമായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡിന് ഇതുപോലെ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമല്ല ഓഫീസിൽ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടക്കാൻ പോകാനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഇതുപോലെ അരികമ്പുല്ല് ജ്യൂസ് കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് വെറും വയറ്റിൽ കുടിച്ചിട്ട് വെയിറ്റ് ലോസ് ഡ്രിങ്കും കൂടി കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടക്കാമെന്ന് കരുതി. ഞാനങ്ങനെ അധികം വലിയ എക്സസൈസുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ കൂടുതലും നടക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പാർക്കിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഈ പാർക്കിലാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ്, ബോറൊന്നും അടിക്കത്തില്ല. അത് മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പാർക്കിൻ്റെ അകത്താണെങ്കിൽ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചിരുന്നത് പോലെ ഈ പാർക്കിൽ കാണുന്നത് കുളമാണോ എന്ന്. അപ്പോൾ അതേ കുളമാണ് കേട്ടോ. നോയിസിൻ്റെ ഈ ഒരു സ്പോർട്സ് വാച്ച് കെട്ടിയിട്ടാണ് ഞാനിപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹാർട്ട് റേറ്റും ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവലും ഒക്കെ അറിയാനായിട്ട് പറ്റും. ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. പക്ഷേ ഞാൻ നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാനിത് കെട്ടാറുണ്ട്. പിന്നെ എത്രത്തോളം വെയിറ്റ് റിഡക്ഷൻ ആയി എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ നടക്കാനായിട്ട് പോയപ്പോൾ 547 സ്റ്റെപ്പ് എന്തോ ആണ് എടുത്തത്. പിന്നെ ഓരോ ദിവസമായിട്ട് കൂട്ടി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇങ്ങനെ പാർക്കിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ രാവിലെ പാത്രങ്ങളൊന്നും കഴുകാതെയൊക്കെ ആയിരിക്കും പോകുന്നത് കേട്ടോ. ആമിയെ സ്കൂളിൽ വിട്ട ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കുറച്ച് വെയിലുള്ള കാരണം കൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണക്കി എടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ഉണക്കി എടുത്തിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിരുന്നതാണ്. എന്നാലും കുറേ നാളായിട്ട് ഈ ബക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് പൗഡർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് വെയിലത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനിതെടുത്ത് വെയിലത്ത് വെക്കാറുണ്ട്. കുറേച്ചാണ് ഞാൻ പൊടിച്ച് വെക്കാറുള്ളൂ. ഒരുപാട് അങ്ങനെ എടുത്ത് പൊടിച്ച് വെക്കാറില്ല. ഇപ്പോൾ ഈ നടക്കാനായിട്ട് പോകുന്നതുകൊണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ടും ഓട്സ് ആണ് കഴിക്കാറുള്ളത് കേട്ടോ. ചില സമയത്താണെങ്കിൽ ഞാൻ ഇതുപോലെ ഓട്സ് ഇങ്ങനെ പഴവും കൂടി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചിട്ട് അങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ, ജ്യൂസായിട്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓട്സ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം വരുമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്നാലും ഞാനത് കമൻറ്റ് കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് അരച്ച് കുടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ഓട്സ് കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത്. ഇതെനിക്ക് കുറച്ച് നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്ന കാര്യമാണ് കേട്ടോ. എല്ലാവരുടെയും ബോഡിക്ക് സെറ്റ് ആവുമെന്ന് അറിയത്തില്ല. എനിക്കും ഹസ്ബൻഡിനും ഇത് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഓട്സ് കൂടുതലായിട്ട് ഇങ്ങനെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണല്ലോ എടുക്കുന്നത്. ഞാൻ സഫോളയുടെ ക്രീമി ഓട്സ് ആണ് മേടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ അത് ഞാൻ വേവിക്കാനായിട്ട് ഇട്ടിരുന്നു. അപ്പോഴത്തേക്കാണ് പാത്രങ്ങൾ കഴുകുന്ന കാര്യം ഓർത്തത്. അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും തലേന്ന് ഞാൻ മുതിര വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ എടുത്ത് തോരൻ വെക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോയതായിരുന്നു. അങ്ങനെ പിന്നെ ആമിക്ക് വേറെ കറികളൊക്കെയാണ് വെച്ചത്. ആമി അങ്ങനെ മുതിര കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വന്നതിന് ശേഷം ഇതൊന്ന് വേവിച്ച് വെക്കാമെന്ന് കരുതി. ഞാനിപ്പോൾ ജസ്റ്റ് കുക്കറിനകത്ത് അത് ഇട്ടിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 5-6 വിസിൽ കേൾക്കുമ്പോൾ തന്നെ മുതിര വെന്ത് വരും. ചിലപ്പോൾ ഞാൻ ഇന്ന് തോരനാക്കത്തില്ല, നാളെ ആയിരിക്കുള്ളൂ ചെയ്യുന്നത്. എന്തായാലും വേവിച്ച് വെച്ചിട്ട് പറ്റുമെങ്കിൽ ഇന്ന് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനാണ് പ്ലാന്. ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ ഓട്സ് കഞ്ഞിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി കുടിക്കും കേട്ടോ. അത് രണ്ടായിട്ട് ഷെയർ ചെയ്താണ് ഞങ്ങൾ കുടിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഓട്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഓർത്തത് ഫാൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ഹാളിൽ. അങ്ങനെ ഹസ്ബൻഡ് അതൊക്കെ എനിക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഗ്യാപ്പിനിടയിൽ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുതിര വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, വേവിക്കാനായിട്ട് വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഞാനിങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പിട്ട് വേവിച്ചതായ കാരണം കൊണ്ട് നമുക്ക് കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇതും വെയിറ്റ് ലോസിനും നല്ലതാണ് ഈ മുതിര. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി അതിങ്ങനെ ഷെയർ ചെയ്ത് കുടിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനത് തോരൻ വെച്ചിട്ടില്ല. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാനാണ് എടുത്ത് മാറ്റി വെച്ചത് കേട്ടോ, മുതിര മാത്രം. പിന്നെ കുറച്ച് ദിവസമായി ഈ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഇതേ വന്നിട്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേക്കാണെങ്കിൽ DIY ലിക്വിഡൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, വിം ജെല്ല് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ട് ഒരു നല്ലൊരു ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കും. 2-3 തവണ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് അഴുക്കാവുന്ന വരത്തേക്കും സ്റ്റൗ വെക്കാറില്ല.
ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായ കാരണം കൊണ്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല കേട്ടോ. അങ്ങനെയാണ് സ്റ്റൗ ക്ലീൻ ചെയ്തത്. അതിൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് വെച്ചത് നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം അതൊക്കെ എടുത്ത് കൈയോടെ വെച്ചു. എൻ്റെ അയൺ പാത്രങ്ങൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് യൂസ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് എണ്ണ പുരട്ടി വെച്ചേക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഷബാനയാണ് ചോദിച്ചത് ഓരോ തവണയും യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കഴുകണമെന്ന്. അതേ കഴുകണം. കഴുകിയതിന് ശേഷം മാത്രമാണ് വീണ്ടും നമ്മൾ കുക്കിങ്ങിന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ എണ്ണ ഓൾറെഡി പുരട്ടി വെച്ചേക്കുന്നതാണെങ്കിലും ചിലപ്പോൾ അതിനകത്ത് പൊടിയും മണ്ണും അഴുക്കൊക്കെ കാണും, അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണയും കഴുകിയിട്ടാണ് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇന്ന് എൻ്റെ ഗരം മസാലയൊക്കെ തീർന്നിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലുകളൊക്കെ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇരിപ്പുള്ളത്. അപ്പോൾ കുറേശ്ശെ ഉള്ളതെല്ലാം ഞാൻ ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ മുന്നേ ആണെങ്കിൽ എല്ലാ ബോട്ടിൽസും കൂടി ഒരുമിച്ച് എടുത്തുകൊണ്ട് പോയി കഴുകുമായിരുന്നേ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യത്തേയില്ല, തീരുന്നതിനനുസരിച്ചാണ് കഴുകി വെക്കുന്നത്. ഞാനെന്നാൽ ഗ്രോസറി വീഡിയോയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നല്ലോ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വെക്കാറുണ്ടെന്ന്. അപ്പം അങ്ങനെ ഇന്ന് 2-3 ബോട്ടിലുകൾ ചേർന്നപ്പോൾ ഒരുമിച്ച് കഴുകാമെന്ന് കരുതി. അതിനോടൊപ്പം തന്നെ നമുക്ക് ഗരം മസാലയും ഇതുപോലെ പൊടിച്ച് വെക്കണം. പിന്നെ കുരുമുളക് പൊടിച്ച് വെക്കണം. ഗരം മസാല ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ഒരു അളവ് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും കൈ കണക്കാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ മുതിര വെള്ളം കൂടി കുടിക്കാമെന്ന് കരുതി. പിന്നെ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് കഴുകിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റണം. അപ്പോൾ മുട്ട ഞാൻ എപ്പോഴും കഴുകിയിട്ടാണ് വെക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ, കാരണം അതിനകത്ത് ഒരുപാട് അഴുക്കൊക്കെ കാണുമേ. അപ്പോൾ നമ്മളിങ്ങനെ കഴുകാതെ ഇങ്ങനെ എടുത്ത് ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഓർക്കാതെ രാവിലെ എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തോടിൻ്റെ പുറമേ ഇരിക്കുന്ന ആ അഴുക്കൊക്കെ നമ്മുടെ കറിക്കകത്തൊക്കെ വീഴത്തില്ല. അതുകൊണ്ട് ഞാൻ മുട്ട കൊണ്ടുവന്നാൽ ഉടനെ തന്നെ കൈയോടെ കഴുകി വെക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ തമിഴ്നാട്ടിലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, മുട്ട കലൈക്കി എന്ന് പറയും. ഓംലെറ്റിന് ചെയ്യുന്ന പോലെ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത്. ഹസ്ബൻഡാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഹാഫ് കുക്ക് പോലെയാണ് ഇരിക്കുന്നത്. അകത്ത ഭാഗത്ത് നന്നായിട്ട് വേവത്തില്ല, പുറമേ മാത്രം വെന്ത് കിട്ടും. അകത്തോട്ട് ഹാഫ് കുക്കാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടൊരു റെസിപ്പിയാണ്. അങ്ങനെ ഹസ്ബൻഡിന് ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാനതങ്ങനെ അധികം കഴിക്കാറില്ല കേട്ടോ, എനിക്കും ആമിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികൾ ആമിയുടെ യൂണിഫോം കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വിരിക്കാനായിട്ട് മേലെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഐശ്വര്യയാണ് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നത് എങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഇത്ര നല്ല ബുഷിയായിട്ട് വളരുന്നതെന്ന്. അപ്പം ഞാൻ ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. റീസെൻ്റായിട്ട് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത് ദോശമാവുണ്ടല്ലോ, അതിങ്ങനെ പുളിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ലാസ്റ്റ് കുറച്ച് മാവ് കാണുമല്ലോ, ഇപ്പോൾ 1-2 തവിയായിരിക്കുള്ളൂ കാണുന്നത്. അത് നന്നായിട്ട് പുളിച്ചതായിരിക്കും. ഇപ്പോൾ നല്ല പുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദോശമാവ് എടുത്ത് നിങ്ങൾ മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പുറത്ത് വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ടത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ദോശമാവ് മൊത്തത്തിൽ അരച്ച് വെക്കുമ്പോൾ ആദ്യത്തെ ഡേ തന്നെ യൂസ് ചെയ്യാൻ പാടില്ല, ലാസ്റ്റ് ഡേ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്ത് നന്നായിട്ട് ഇത് പൊങ്ങി ഇങ്ങനെ പുളിച്ച് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കപ്പിൽ ഒരു ദോശമാവാണ് എടുക്കുന്നതെങ്കിൽ ഒരു വലിയ ബക്കറ്റ് നിറച്ചും വെള്ളം എടുത്തിട്ട് ഈ മാവ് നന്നായിട്ട് കലക്കി ഈ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതേത് വ്ളോഗാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ അത് ചെയ്തതിന് ശേഷം മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ദോശമാവ് മണ്ണിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും മണ്ണ് നല്ലോണം സെറ്റായി പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വൈകുന്നേരം പോയിട്ടൊന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് പൂക്കൾ പിടിച്ച് കിട്ടും. ഞാനിത് ഒരു യൂട്യൂബ് ഷോർട്സിൽ കണ്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ ടെറസ് ഗാർഡനിലും ബാൽക്കണി ഗാർഡനിലും ഒക്കെ ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീപോട്ടിങ് ചെയ്യാറുണ്ട്. പിന്നെ കളകളുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റീസെൻ്റായിട്ട് ദോശമാവിൻ്റെ പ്രയോഗമാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കൂടുതലും 10 മണി ചെടികളും നിത്യകല്യാണിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനധികം അങ്ങനെ കെയർ വേണ്ടാത്ത ചെടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ ഇടുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് ഞാൻ എൻ്റെ കുരുമുളകൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന്
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. കാരണം എനിക്കാണെങ്കിൽ എപ്പോഴും വീട്ടിൽ മസാലപ്പൊടികളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാ ബോട്ടിലും നിറഞ്ഞിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം കേട്ടോ. ഞാനിങ്ങനെ ഒരു ബോട്ടിലുകൾ അങ്ങനെ കാലിയായിട്ട് വെച്ചേക്കാറില്ല കിച്ചണിൽ. അത് എന്തോ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ തീർന്നു പോയിട്ടുണ്ടോയെന്ന്. പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, മന്ത്ലി പർച്ചേസ് ആയ കാരണം കൊണ്ട് തീരുന്നതെല്ലാം ലിസ്റ്റ് എഴുതി വെച്ചേക്കുകയും ചെയ്യും. പിന്നെ ഞാൻ റീസെൻ്റ് ആയിട്ട് നെയ്യ് ഇതുപോലെ ഒരു സ്റ്റീൽ ബോട്ടിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് വന്നിട്ട് ഗരം മസാലയുടെ പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പം എൻ്റെ അടുത്ത് എപ്പോഴും ഈ ഗരം മസാലയുടെ എല്ലാ ഹോൾ സ്പൈസസും ഞാനിങ്ങനെ ബൾക്കായിട്ട് മേടിച്ച് വെച്ചേക്കും കേട്ടോ. എല്ലാ മാസവും സാധനം എടുക്കുമ്പോഴത്തേക്കും മേടിച്ച് വെച്ചേക്കും. കാരണം ഞാൻ പുറത്തുള്ള മസാലകൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വീട്ടിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിരിയാണി മസാലയായിട്ടും ഗരം മസാലയായിട്ടും ചിക്കൻ കറിക്കും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ കറികൾക്കും മസാല ചേർക്കുന്ന എല്ലാ കറികൾക്കും ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ എടുക്കുന്ന അളവെന്ന് പറയുന്നത് കുറച്ചധികം തന്നെ, ഏറ്റവും കൂടുതൽ അളവ് വരുന്നത് പെരുംജീരകത്തിനാണ്. അതിൻ്റെ ഹാഫ് അളവായിരിക്കും അല്ലെങ്കിൽ ഒരു 1/4 പോർഷനായിരിക്കും ഞാൻ നല്ല ജീരകം എടുക്കുന്നത്. പിന്നെ ബിരിയാണി ഇലയും ഈ ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിപത്രി ഇതൊക്കെ നല്ല ജീരകം എടുത്തില്ലേ, ആ ഒരു അളവിനാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന സ്പൈസസിൻ്റെ ബ്രാൻഡിനനുസരിച്ചും സ്മെല്ലിനനുസരിച്ചൊക്കെ ഇരിക്കുള്ളൂ നമ്മുടെ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പം ഞാനിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ഉള്ള കാരണം കൊണ്ടാണ് ആദ്യമേ തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് വറുത്തെടുത്തത് കേട്ടോ. അപ്പം ലാസ്റ്റ് നമ്മൾ ഈ പെരിഞ്ജീരകവും നല്ല ജീരകമൊക്കെ ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇടുകയോ അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുകയോ ചെയ്തിട്ട് വേണം പെരിഞ്ജീരകവും നല്ല ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ബാക്കിയിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് അരച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സാധാരണയായിട്ട് കുരുമുളക് മുഴുവനോടെ ചേർത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ബ്ലെൻഡറിനെ കുറിച്ച് 1-2 പേര് റീസെൻ്റായിട്ട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതും വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് നമ്മുടെ ഇവിടുത്തെ ചെന്നൈയിലെ സന്തോഷ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അണ്ണാനഗറിലുള്ള സന്തോഷ് സ്റ്റോറാണ്, വണ്ടർ ഷെഫിൻ്റെ കമ്പനിയുടേതാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓൺലൈനിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗരം മസാല വറുത്ത് പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈവനിങ് ആയപ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആമയെ വിളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ബൺ ബട്ടർ ജാമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഈവനിങ് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാമെന്ന് കരുതി. പെട്ടെന്നാണ് ഞങ്ങളുടെ പ്ലാൻ മാറ്റിയത് കേട്ടോ. കാരണം ഞങ്ങളങ്ങനെ അധികം കട്ടനൊന്നും കുടിക്കാറില്ല എന്ന് അറിയാമല്ലോ. അപ്പം മഴ പെയ്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇട്ടതാണ്. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല ക്ലൈമറ്റൊക്കെയാണ്. പിന്നെ നമ്മുടെ വിനായക ചതുർത്ഥിയുടെ വ്ളോഗൊക്കെ നെക്സ്റ്റ് വീക്കിലായിരിക്കും വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ അത് എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത് കുറച്ച് ലെങ്തും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് തിരക്കാണ്. എല്ലാവരും ഓണത്തിരക്കിലും ഒക്കെ ആയിരിക്കും എന്നറിയാം. എൻ്റെ അടുത്താണെങ്കിൽ ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോന്ന് എടുത്തിട്ടുള്ളതാണ്. പണ്ട് ഒരു 4-5 വർഷമായി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ കീറിപ്പോയിട്ടുണ്ട് അവിടെ ആയിട്ട്. ഇത് പ്യുവർ കോട്ടൺ അല്ല, പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പം ഞാനാണെങ്കിൽ ഇത് കീറിയത് കൊണ്ട് നല്ല പോർഷൻ വരുന്ന ഭാഗം നോക്കിയിട്ട് നമ്മുടെ സോഫയിൽ ഒരു കവർ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. ഞാൻ താഴത്തെ വീട്ടിലായിരുന്നപ്പോൾ സോഫയിൽ ഇതുപോലെ ബെഡ്ഷീറ്റുകൾ വെച്ചിട്ട് കവർ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനിതിൽ കവറായിട്ട് സ്റ്റിച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്ത് സോഫയുടെ ഷേപ്പിന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് യോജിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ. എന്തായാലും ബെഡ്ഷീറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി. പിന്നെ 2 പില്ലോ കവർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സൈഡിൽ ഒരു 2 സൈഡ് ഭാഗത്ത് വരുന്നിടത്തും കൂടി വെച്ചിട്ടുണ്ട്. രാത്രി ആയപ്പോഴും നല്ല തകർത്ത മഴയും പെയ്തിട്ടുണ്ട്. അപ്പം നൈറ്റ് ആണെങ്കിൽ ഇന്ന് ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇൻഡസ് വാലിയുടെ ഈ ഒരു സ്റ്റീൽ കടായിയെ കുറിച്ച് പറയാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കുക്ക് ചെയ്തത് ഈ ഒരു ബട്ടർ ചിക്കനാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ചിക്കൻ വറുത്തിട്ടാണ് ഇതിൽ കറി വെച്ചത്. അപ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല. എന്നാലും നമ്മൾ ഈ കടായിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം അടിഭാഗം മാത്രമാണ്
കട്ടിയുള്ളത്. സൈഡ് പോർഷൻ അത്രയ്ക്കും കട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് അടിച്ചാൽ പെട്ടെന്ന് സാധനങ്ങളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡേ ഞാൻ കേരള ബിരിയാണി വെച്ച് നോക്കി. അപ്പോഴും ദം ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും ചെയ്യാനായിട്ട് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഓൾറെഡി കുറച്ച് കുക്കിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറേ നേരം നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. ഇതിനേക്കാളും നല്ല കട്ടിയുള്ള കടായിയൊക്കെ വേറെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നെക്സ്റ്റ് ഡേ സൺഡേ ആണ്. അപ്പോൾ ഒന്ന് പുറത്തൊന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ വീക്കെൻഡിൽ ഇങ്ങനെ പുറത്ത് പോകാറുണ്ടല്ലോ. അപ്പോൾ ഒന്ന് VR മാളിൽ വന്നതാണ്. ഇവിടെ വന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. മാംഗോ ഫ്ലേവറിലുള്ളൊരു വേഫിൾസ് ആണ് മേടിച്ചത്. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് നേരം ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളിന്ന് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നേരത്തെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങളോട് റെഡി ആവാനായിട്ട് പറഞ്ഞത്. സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ബീച്ചിലാണെന്ന്. അപ്പോൾ നമ്മൾ മറീന ബീച്ചിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുറേ നാളായി മറീനയിലേക്ക് വന്നിട്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ബസന്ത് നഗർ ബീച്ചിലാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ വ്ളോഗുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ മെട്രോയുടെ പണിയും കൂടി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാറില്ലായിരുന്നു. പിന്നെ ഫാമിലിക്ക് അങ്ങനെ അധികം വരാൻ പറ്റാത്തൊരു ബീച്ചാണ്. ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് എപ്പോഴും ബസന്ത് നഗർ ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങളിത് ശരിക്കും വന്ന് ഇറങ്ങിയ സ്ഥലം മാറിപ്പോയാട്ടോ. ഇത് കണ്ണകി ശിലയുടെ അവിടെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഞങ്ങൾ വന്നത് ലൈറ്റ് ഹൗസിൻ്റെ അവിടെയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ണകി ശില വരെ നടക്കുകയാണ് ചെയ്തത് കേട്ടോ. നല്ല ദൂരമാണ്. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബീച്ചാണ് ചെന്നൈയിലെ മറീന ബീച്ച്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിങ്ങനെ പരന്ന് കിടക്കുവാണ് ഈ ബീച്ച്. അപ്പോൾ നല്ല വെയിലാണ്. വൈകുന്നേരം ഒരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്ക് എത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ഈ മണൽത്തരികളിലൂടെ നടന്ന് അങ്ങ് എത്തിയപ്പോഴത്തേക്കും കുറേ വൈകിപ്പോയി. പിന്നെ ആമിക്ക് കുറേ ദൂരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നു കേട്ടോ. കാരണം നടക്കാൻ പറ്റുന്നുണ്ടായില്ല. നമുക്ക് ആ റോഡ് വഴി നടന്നിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് തോന്നത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വഴിയായിട്ട് പയ്യെ നടന്ന് ഇങ്ങെത്തി. ഇങ്ങോട്ടേക്ക് വന്ന് ദേ ഇവിടെയാണ് ഞാൻ നമ്മുടെ വെഡ്ഡിങ് ഡേക്ക് ബീച്ചിൽ വന്നു എന്ന് പറഞ്ഞില്ല, നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അന്ന് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇന്നാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ മറീന ബീച്ചിൽ വരുമ്പോഴത്തേക്കും മെയിനായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ കൈനോട്ടക്കാരി ഇങ്ങനെ ഇരിക്കും. ഭയങ്കര പറ്റിപ്പാണ്. നമുക്ക് ആദ്യമൊക്കെ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആമി ഉണ്ടാവുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഇങ്ങനെ ഇവരുടെ വലയിൽ പെട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കൈ നോക്കാനായിട്ടൊന്നും കയറാറില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇവിടെ വരുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും പോയി അബദ്ധത്തിൽ ചാടരുത് കേട്ടോ. കാരണം പറയുന്നതെല്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ പറയും. ഞങ്ങൾക്ക് അതൊട്ടും വിശ്വാസമൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഇനിയും നടക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ കണ്ണകി ശിലയുടെ അങ്ങ് പോയാലാണ് നമുക്ക് അവിടുത്തെ ആ പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഒരു വാതിലാണ് നമ്മൾ കണ്ടത് കേട്ടോ. അവിടെ സന്ധ്യയ്ക്ക് വിഷ്ണു സഹസ്രനാമമൊക്കെ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. ഞാൻ ഇതേ പറഞ്ഞത് ഇവിടെയാണ്. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അത്രയും ദൂരെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നപ്പോൾ കാലൊക്കെ നന്നായിട്ട് വേദനിച്ചു. മാത്രമല്ല നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വരുന്നത്. പക്ഷേ വന്ന ദിവസം തന്നെ ഇങ്ങനെ ആയിപ്പോയിൽ നല്ല വിഷമം തോന്നി. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് വരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ളൊരു മെഡിറ്റേഷൻ സ്റ്റേജ് വെച്ചേക്കുവാണ്. ഇത് വെറുതെ പേരിന് വെച്ചേക്കുന്നതാണ്. ഇവിടെ വന്ന ആൾക്കാർ സെൽഫി എടുപ്പും കാര്യം പറച്ചിലും പിന്നെ അതുപോലെ തന്നെ ചായ കുടിയും ഫോൺ നോക്കലും ഒക്കെയാണ്. അവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല. പിന്നെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ, പൈസയൊന്നും കൊടുക്കണ്ട. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ സെറ്റപ്പുകളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ആമിയെ ഇവിടേക്കൊന്ന് കയറ്റിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ കുറച്ച് ലേറ്റായ കാരണം കൊണ്ട് ഇത്രയും നടന്ന ക്ഷീണമായതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ മോളെ ഒന്നിനും കയറ്റാനൊന്നും പറ്റിയില്ല. അവൾക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു. നടന്നതിൻ്റെ ക്ഷീണം കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നായി. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ടോയ്ലറ്റ് സൗകര്യമുണ്ട്, പക്ഷേ വൃത്തിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, തമിഴ്നാട്ടിൽ പൊതുവെ എവിടെ പോയാലും അധികം വൃത്തി കാണത്തില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല.
അപ്പോൾ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് ഈ സംഭവമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ശരിക്കും നൈറ്റ് ആയ കാരണം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ അധികം വെട്ടം കിട്ടുന്നുണ്ടായില്ല. മാക്സിമം വെളിച്ചത്തിൽ ഞാൻ വീഡിയോ എടുത്തു. പക്ഷെ എന്നാലും ഇതൊരു പകൽ സമയം അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ പോയാൽ കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ഒരിക്കൽ പോകുമ്പോൾ കൂടുതൽ വൃത്തിയായിട്ട് നല്ലതായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഷെല്ലിൻ്റെ മോഡലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പും ദാഹമായി പോയി. അങ്ങനെ ഞങ്ങളിതേ ഇവിടെ ഒരു കടയിൽ നിന്ന് നോമ്പ് കഞ്ഞി മേടിച്ച് കുടിച്ചു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ഹസ്ബൻഡ് ഫസ്റ്റ് ടൈമാണ് ഇത് കുടിക്കുന്നത്. അപ്പം മട്ടൻ നോമ്പ് കഞ്ഞി എന്നാണ് എഴുതി വെച്ചിരുന്നത്. അവിടെ ബദാം പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കുടിച്ചിട്ട് നേരെ ഞങ്ങളിതേ കോറ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നു. അവിടെ വന്നിട്ട് ഒരു ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഒന്നും നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരിതായി. കാരണം അത്രയ്ക്ക് ടയേർഡായിപ്പോയി, വല്ലാത്തൊരു യാത്രയായിപ്പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ ഹൈപ്പും കൂടി ചെയ്തേക്കൂ. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.